ഹായ്, ഐ ആം കെവിൻ. ആരോഗ്യസ് അക്കാഡമിയിലെ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റിയാണ്. ഞാനിന്നോടെ വന്നിരിക്കുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് ഡിസ്കഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗിനകത്ത് നമുക്ക് 5 മൊഡ്യൂൾസ് ആണുള്ളത്. മൊഡ്യൂൾ 1 പൈപ്പിംഗ് ആൻഡ് പൈപ്പ് ലൈൻ എഞ്ചിനീയറിംഗ്, മൊഡ്യൂൾ 2 QA/QC ഇൻ വെൽഡിംഗ് ഇൻസ്പെക്ഷൻ, മൊഡ്യൂൾ 3 NDT നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, മൊഡ്യൂൾ 4 QA/QC ഇൻ പെയിൻറ്റിംഗ് ഇൻസ്പെക്ഷൻ ആൻഡ് മൊഡ്യൂൾ 5 ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള പൈപ്പിംഗ് ആൻഡ് പൈപ്പ് ലൈൻ എഞ്ചിനീയറിംഗിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൈപ്പ്സിനെ പറ്റിയിട്ടും പൈപ്പ്സിൽ യൂസ് ചെയ്യുന്ന ഫിറ്റിങ്സിനെ പറ്റിയിട്ടുമാണ്. റിഫൈനറി ആയാലും ശരി, റിഗ് ആണെങ്കിലും ശരി, ഇനി മറ്റ് കെമിക്കൽ പ്ലാന്റുകളാണെങ്കിലും ശരി, അവിടെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ടൺ കണക്കിനുള്ള ഫ്ലൂയിഡ്സ് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് ഫ്ലൂയിഡ്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പ്സാണ് യൂസ് ചെയ്യുന്നത്. പൈപ്പ്സിലൂടെയാണ് നമ്മൾ ഈ ഫ്ലൂയിഡ്സ് കൊണ്ടുപോകുന്നത്. പൈപ്പ്സ് മാത്രം വെച്ചിട്ട് കാര്യമില്ല, പൈപ്പ്സിൻ്റെ കൂടെ നമ്മൾ ഫിറ്റിങ്സ് യൂസ് ചെയ്യണം. ഫിറ്റിങ്സ് എന്ന് പറയുമ്പോൾ എൽബോ, ടി, ഓലറ്റ്സ് അങ്ങനെയുള്ള ഫിറ്റിങ്സ് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ ഫ്ലാഞ്ചസ് യൂസ് ചെയ്യണം, വാൽവ്സ് യൂസ് ചെയ്യണം. പിന്നെ ഈ പൈപ്പുകളുടെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് പൈപ്പുകളിലൂടെ ലീക്കേജ് ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പ്രഷർ ടെസ്റ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളാണ് പൈപ്പിംഗ് ആൻഡ് പൈപ്പ് ലൈൻ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പൈപ്പുകൾ നമ്മൾ വീട്ടിൽ PVC പൈപ്പുകളൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഒരു അഡ്ഹസീവ് തേച്ചിട്ട് ഒരു പശ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് പോവാണ് ചെയ്യുന്നത്. എന്നാൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, വലിയ വലിയ റിഫൈനറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം പൈപ്പുകളുടെ കണക്ഷൻസ് വരുന്നത് വെൽഡിംഗ് വഴി ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെൽഡിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പൈപ്പിലൂടെ പോകുന്ന ഫ്ലൂയിഡ്സ് പുറത്തേക്ക് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വെൽഡ് ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഈ ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സൈറ്റിൽ QA/QC ഇൻ വെൽഡിംഗ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യും. അതായത് ഒരു വെൽഡിംഗ് ഇൻസ്പെക്ടർ വന്നിട്ട് പൈപ്പിൽ അടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൈപ്പിലും പൈപ്പ് ഫിറ്റിങ്ങുമായിട്ട് അടിച്ചിരിക്കുന്ന വെൽഡുകൾ എന്ത് ചെയ്ത് നോക്കും, ഇൻസ്പെക്ഷൻ ചെയ്ത് നോക്കും. ഈ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് വഴി പൈപ്പുകളിൽ ലീക്കേജ് ഇല്ല എന്നും ഡിഫക്ട്സ് ഇല്ല എന്നുള്ളതും ചെക്ക് ചെയ്ത് ഉറപ്പ് വരും. ഈ വെൽഡുകൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് വെൽഡിംഗ് ഇൻസ്പെക്ടറിന് കണ്ണുകൊണ്ട് നോക്കി വിഷ്വൽ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് വെൽഡിൻ്റെ പുറമേ ഉള്ള ഡിഫക്റ്റുകൾ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ വെൽഡിൻ്റെ ഇൻസൈഡിൽ ഇൻറ്റേർണലായിട്ട് വരുന്ന ഡിഫക്റ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വെൽഡിംഗ് ഇൻസ്പെക്ടറിന് NDT ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ വെൽഡിംഗ് ഇൻസ്പെക്ടർ NDT ടെക്നീഷ്യനെ വിളിക്കുന്നു. NDT ടെക്നീഷ്യനോട് ഏത് മെത്തേഡാണ്, NDTയിൽ തന്നെ കുറേ മെത്തേഡ്സ് ഉണ്ട്, PT, MT, RT, UT, PAUT അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ടെക്നീഷ്യനോട് ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ടെക്നീഷ്യൻ ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് മെത്തേഡ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് അവിടെ വെൽഡിംഗ് ഇൻസ്പെക്ടറിന് കൊടുക്കുന്നു. അപ്പോൾ വെൽഡ് ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് NDT കൂടെ വേണം. അപ്പോൾ വെൽഡിലുള്ള കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി, മെറ്റീരിയൽസിനകത്തുള്ള കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് NDT, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ NDTയുടെ തിയറി പ്ലസ് പ്രാക്ടിക്കൽസ് ഇത് നമ്മുടെ സിലബസിൽ നമ്മൾ എടുക്കുന്നുണ്ട്. ഇതാണ് മൊഡ്യൂൾ നമ്പർ 3. പൈപ്പ്സിൻ്റെയും അതേപോലെ തന്നെ ടാങ്ക്സിൻ്റെയും വെസൽസിൻ്റെയും ഒക്കെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ പൈപ്പുകളിൽ കൊറോഷൻ വരാനുള്ള സാധ്യത, തുരുമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ കൊറോഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പുകളിൽ കോട്ടിങ്സ് ചെയ്യും. പെയിൻറ്റിങ്, കാഥോഡിക് പ്രൊട്ടക്ഷൻ, ഗ്രാനുലൈസിങ്, കലോറൈസിങ് എന്ന് പറഞ്ഞ പലതരത്തിലുള്ള കോട്ടിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ കോട്ടിങ്സിൻ്റെ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് കോട്ടിംഗ് ഇൻസ്പെക്ടർ ചെയ്യുന്നത് പണിയാണ് അത്. അപ്പോൾ ഈ കോട്ടിംഗ് ഇൻസ്പെക്ഷനകത്ത് കോട്ടിങ്ങിൻ്റെ തിക്നെസ്, കോട്ടിങ്ങിൻ്റെ സ്പെസിഫിക്കേഷൻ ഇതെല്ലാം അപ് ടു സ്റ്റാൻഡേർഡ് ആണോ എന്നുള്ളത് നമ്മുടെ പെയിൻറ്റിംഗ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ കോട്ടിംഗ് ഇൻസ്പെക്ടർ വന്നിട്ട് ചെക്ക് ചെയ്യും. ഇതാണ് മൊഡ്യൂൾ നമ്പർ 4 പെയിൻറ്റിംഗ് ഇൻസ്പെക്ഷൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയെ പറ്റിയിട്ടാണ്. ഇതിനകത്ത് നമ്മൾ സൈറ്റിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് സേഫ്റ്റി പ്രാക്ടീസിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഹെൽമെറ്റ് ഇടുക, ഷൂസ് ധരിക്കുക, ഹൈറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി ബെൽറ്റ് ഇട്ട് വർക്ക് ചെയ്യുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഹൗസ് കീപ്പിംഗ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ എത്ര സ്കിൽഡ് ആയിട്ടുള്ള വർക്കറാണെങ്കിലും ശരി, ഈ സേഫ്റ്റി പ്രാക്ടീസ് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവന് മാത്രമല്ല നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ജീവനോട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന അല്ലെങ്കിൽ സേഫ്റ്റി ഓഫീസേഴ്സ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക, സേഫായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ 5th മൊഡ്യൂളിൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ മൊഡ്യൂൾസ് എല്ലാം ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്തിട്ട് ഒരു ക്യാപ്സ്യൂൾ പോലെ ആക്കി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയാമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഫോളോ.